അസ്സലാമു അലൈക്കും മുഅ്മിനീങ്ങളെ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ഇസ്മിനെ കുറിച്ചാണ്. അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഇസ്മ്. ഈ ഇസ്മ് നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാര ശേഷം 71 തവണ വലത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ചൊല്ലിയാൽ മതി. അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും. അതല്ല, ജോലിയൊന്നുമില്ല, പഠിച്ച കാര്യത്തിന് പഠിച്ച വിഷയത്തിനുള്ള ജോലിയൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ വിചാരിച്ച ആ ജോലി ലഭിക്കുവാൻ നിയ്യത്താക്കി ഇത് തുടർച്ചയായി ചൊല്ലിയാൽ മതി. ഉള്ള ജോലിയിൽ ബറക്കത്തുണ്ടാകുവാനും ഇത് തുടർന്നാൽ മതി. അതുപോലെ തന്നെ എന്നെപ്പോലുള്ള സ്ത്രീകൾ ഈ ഒരു ഇസ്മ തുടർച്ചയായി ചൊല്ലുകയാണെങ്കിൽ അവരുടെ എല്ലാ കാര്യവും എളുപ്പമായിരിക്കും. ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ജീവിതത്തിൽ വന്നു ചേരുകയില്ല. അതുപോലെ അവരുടെ മക്കളുടെയോ ഭർത്താവിൻ്റെയോ ജോലിയിലോ ബിസിനസ്സിലോ ബർക്കത്തുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഏതാണ് ആ ഒരു അത്ഭുതകരമായിട്ടുള്ള ഇത്രയും പ്രാധാന്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ആ ഇസ്മ എന്ന് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ 99 നാമങ്ങളിൽ പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും പ്രയോജനങ്ങൾക്കും നിയ്യത്താക്കി ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്നതും ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഇസ്മാണിത്. അതായത് യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്നുള്ളതാണ് ആ ഇസ്മ. നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സുബ്ഹ് നിസ്കാര ശേഷം ഈ ഇസ്മ 71 തവണ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ച് ചൊല്ലിയാൽ മതി. ഏകാന്തതയും ദൃഢവിശ്വാസവും ഉണ്ടായാൽ മാത്രം മതി ഈ ഒരു ഇസ്മ ചൊല്ലുവാൻ. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് നമ്മൾ നൽകേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. 5 വക്ത് നിസ്കാരം ആ സമയത്തിൽ തന്നെ നിർവഹിക്കുക, നോമ്പനുഷ്ഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ തെറ്റുകൾ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ദുആക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. റഹ്മാനും റഹീമുമായ നാഥൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നീക്കി റാഹത്തുള്ള ഇസ്സത്തുള്ള സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളെല്ലാം ശിഫയാക്കി നല്ല ആരോഗ്യമുള്ള സന്തോഷമുള്ള ജീവിതം നമ്മളിലെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വിവാഹ ജീവിതം ശരിയാകാത്തവർക്ക് നല്ല സ്വാലിഹായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ സന്താനങ്ങളെ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.